മഹാകുംഭമേള അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനോടകം തന്നെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാനെത്തിയത് 45 കോടിയോളം ആളുകളാണ്. യഥാർത്ഥത്തിൽ ഈ കുംഭമേളയെ ഇത്രയും ആളുകൾ ഒഴുകിയെത്തുന്ന ഈ ഒരു സ്ഥലത്തെ നിയന്ത്രിക്കുക, സർക്കാർ സംവിധാനം കൃത്യമായ ഒരു ആസൂത്രണം നടത്തുക എന്ന് പറയുന്നത് ഒരു ചില്ലറപ്പെട്ടൊരു കാര്യമല്ല. എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംവിധാനത്തെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതൊരു ആസൂത്രണം ചെയ്യുന്നതിന് വലിയ വലിയ ഏജൻസികളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന് നിരവധിയായിട്ടുള്ള ഏജൻസികളൊക്കെ ഇവിടെ വരുന്നതൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനിക്കാനിരിക്കെ ഇതിനെങ്ങനെ യോഗി സർക്കാർ വളരെ ബ്രില്യൻ്റായിട്ട് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തു എന്നതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു മാതൃകയാണ് യോഗി കുംഭമേളയിൽ UP-യിൽ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. തകർക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതൊന്നും ഇവിടെ വിലപ്പോകില്ല എന്ന് യോഗി സർക്കാർ കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഒരുപക്ഷെ ഈ കുംഭമേളയിലൂടെ ലോകത്തിന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറയുകയുണ്ടായി, മരണങ്ങളുടെ കണക്ക് കുറച്ചാണ് യോഗി സർക്കാർ കാണിക്കുന്നത് എന്നുള്ളത്. അത്തരത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ കുംഭമേളയിലുണ്ട്, ഒരുപാട് യോഗി സർക്കാരിനെ വിമർശിക്കുന്ന ആളുകൾ കുംഭമേളയിലുണ്ട്. അങ്ങനെ മരണസംഖ്യയൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. 45 കോടി ജനങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യവുമല്ല. ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26, അതായത് 45 ദിവസത്തോളം നീളുന്ന കുംഭമേളയിലെ സംഘടനാ മികവ് അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഗംഗ യമുന നദികളുടെ മണത്തിട്ടകളാൽ വിശാലമായി പരന്നു കിടക്കുന്ന പ്രയാഗ്രാജ്, നമ്മൾ ആ പ്രയാഗ്രാജിനെ മനസ്സിൽ തന്നെ ഒന്ന് കണ്ണടച്ചിട്ട് നമ്മൾ ആ പ്രയാഗ്രാജിലേക്ക് പോയാൽ നമ്മൾ തന്നെ അവിടെ കാണുന്ന വൈവിധ്യമാർന്ന പല മനുഷ്യരുടെയും കൂട്ടായ്മകളെയാണ്. അപ്പോൾ ഒരേ സമയം 20 ലക്ഷത്തോളം ടെൻറ്റുകളിലാണ് വിശ്വാസികൾ വിശ്രമിക്കാനായി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. 3000 തൊഴിലാളികളാണ് ഈ 20 ലക്ഷത്തോളം ടെൻറ്റുകൾ നിർമ്മിച്ചത് എന്നുള്ളതാണ്. 68 ലക്ഷം മരത്തടികൾ, 100 കിലോമീറ്റർ നീളം വരുന്ന തുണി, 250 ടൺ CGT ഷീറ്റ്, ഇതാണ് ഈ കുംഭമേളയിലെ ടെൻറ്റ് ഉണ്ടാക്കാനായി യോഗി സർക്കാർ ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ. പാരമ്പര്യവും എൻജിനീയറിംഗ് വിസ്മയവും ഒത്തിണക്കിക്കൊണ്ടുള്ള ടെൻറ്റുകളാണ് പലതും. ഈ ടെൻറ്റുകളിൽ വിശ്വാസികൾക്ക് നൽകാനുള്ള ഭക്ഷണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 7000 കോടി രൂപയാണ് യോഗി സർക്കാർ ചിലവാക്കിയിരിക്കുന്നത്. 2700 CCTV ക്യാമറകൾ, 40,000 പോലീസുകാർ, 200 പുതിയ റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 11,000 വരുന്ന ചെറിയ താൽക്കാലിക റോഡുകളുണ്ട്. മറ്റ് റോഡുകൾ നവീകരിച്ചിട്ടുണ്ട്. ഇത് മുനിസിപ്പൽ കോർപ്പറേഷനും പ്രയാഗ്രാജ് മുനിസിപ്പൽ കോർപ്പറേഷനും PWDയും പ്രയാഗ്രാജിൽ തന്നെ ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് 4000 ഹെക്ടർ വരുന്ന സ്ഥലത്ത് 8 കിലോമീറ്റർ നീളത്തിൽ സ്നാൻ ഹട്ടുകൾ അടക്കമുള്ളവ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യത്തിനായി വീണ്ടും 12 കിലോമീറ്റർ വരെ ഈ ടെൻറ്റുകളുടെ നീളം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നദി മുറിച്ചു കടക്കാൻ, ഈ ഒഴുകുന്ന ഗംഗാനദി മുറിച്ചു കടക്കാൻ 30ഓളം ഫ്ലോട്ടിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ശുചിമുറികളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വാച്ച് ടവർ, 3000 സ്പെഷ്യൽ ട്രെയിൻ തുടങ്ങിയവയാണ് യോഗി സർക്കാർ ഇവർക്ക് വേണ്ടി, ഈ കുംഭമേളയ്ക്ക് വരുന്നവർക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ സാമ്പത്തിക ഘടന ഒരുപാട് മാറി എന്നുള്ളതാണ്. 7000 കോടി ചിലവാക്കിയെങ്കിൽ ഏകദേശം 3-4 ലക്ഷം കോടിയിലധികം രൂപയാണ് തിരിച്ച് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഹിന്ദുക്കളുടെ ആചാരം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതല്ല. അവിടെ ഇപ്പോൾ നുസ്രത് ജഹാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ആളുകൾ അവർ വരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പേര് നമ്മൾ എടുത്തു പറഞ്ഞത് അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് സജീവമായതുകൊണ്ടാണ്. അതുപോലെ എത്ര ആളുകളാണ് വരുന്നത്. പല ജാതിയിലും മതത്തിലും സമുദായത്തിലും ഒക്കെ പെട്ട പല ആളുകളാണ് കുംഭമേളയിൽ എത്തുന്നത്. അപ്പോൾ കുംഭമേളയെ നമുക്കൊരിക്കലും ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമാണ്, സംസ്കാരമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്.
പലരും അവിടെ എത്തി കുംഭമേളയുടെ ഈ ഒരു വൈവിധ്യമാർന്ന കൂട്ടായ്മ കണ്ടിട്ട് സന്യാസത്തിലേക്ക് മാറുന്നവരുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഗൗതം എത്ര അഹങ്കരിച്ചാലും എത്ര കോടിക്കണക്കിന് പണമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മുമ്മയൊക്കെ പറയും 6 അടി മണ്ണിൽ തീരാവുന്ന ജീവിതങ്ങളെ നമുക്കൊക്കെ ഉള്ളൂ, നമ്മളൊക്കെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാക്കി വെക്കും. അവർ അടുത്ത എല്ലാവരും ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. പല സുഡാപ്പികളും പറയുന്നുണ്ട് തുണി ഉടുക്കാതെ പിന്നെ എന്താ പറയുക നഗ്നരായി ലോകത്തെ നാണം കെടുത്താനായി നടക്കുന്നു എന്നൊക്കെ ഉള്ളത്. സുഡാപ്പികൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. അതെ, അതിന്റെ വില മനസ്സിലാകുന്നില്ല. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഇത്തവണ കുംഭമേളയ്ക്ക് പങ്കെടുക്കണം. കാരണം ഞാൻ മീഡിയ മലയാളത്തിൽ വന്നതിന് ശേഷമാണ് കുറെ കൂടെ കൂടുതൽ കുംഭമേളയെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്. കുംഭമേളയിൽ ഒന്ന് പങ്കെടുക്കണം, പോകണം, അവിടുത്തെ ആളുകളെയൊക്കെ ഒന്ന് കാണണം. 26-ാം തീയതി അവസാനിക്കും. അതെ, 26-ാം തീയതി അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി എന്തായാലും നടക്കുന്ന കാര്യമല്ല പോകുക എന്നുള്ളത്. ഇനി അടുത്ത 12 വർഷം കഴിയുമ്പോഴേ ഉണ്ടാകും. അപ്പോൾ മനുഷ്യന്റെ കാര്യമാണ്, ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളെങ്കിലും അതിൽ പോയി മാറ്റം സംഭവിച്ചു. അപ്പോൾ മൊണാലിസയ്ക്കൊക്കെ വന്ന മാറ്റം നമ്മൾ കണ്ടതാണ്. അതുപോലെ എത്ര ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാകും, കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാകും, അവരുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളായിരിക്കില്ല അതിൽ പോയതിന് ശേഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ വിമർശിക്കാൻ നമ്മളിപ്പോൾ പിണറായി വിജയനെ ശബരിമല 2 ലക്ഷം പേർ വരുമ്പോൾ നമ്മൾ പിണറായി വിജയനെ തലങ്ങും വിലങ്ങും വിമർശിക്കും. പക്ഷേ അവിടെ പോകുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ഒരു മാറ്റം മതി ഒരുപക്ഷെ ഒരു സർക്കാർ അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാകാൻ. അതുപോലെ തന്നെയാണ് യോഗി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, ഇതിനെ തകർക്കാൻ, ഹിന്ദുക്കളുടെ ആചാരത്തെ തകർക്കാനാണല്ലോ തീവ്രവാദികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറണം, ഹിന്ദുക്കളെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് പല സുഡാപ്പികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അവരുടെ മതരാഷ്ട്രം ഇസ്ലാം മതരാഷ്ട്രമാക്കി മാറ്റണം. അപ്പൊ ഹിന്ദുക്കളെ തകർക്കാനായി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ചിന്തിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ട്. അവരോടാണ് യോഗി പറഞ്ഞത്, നീയൊക്കെ കുംഭമേളയിൽ എന്തെങ്കിലും കാണിക്കാൻ ശ്രമിച്ചാൽ നിന്റെയൊക്കെ 7 കുലം ഞാൻ മുടിച്ചിരിക്കും, നീയൊന്നും പിന്നെ ഈ ലോകം കാണാത്ത രീതിയിൽ ഞാൻ അത് ചെയ്തിരിക്കും. കാരണം യോഗി എന്ന് പറയുന്നത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ബുൾഡോസർ രാജ് എന്നൊക്കെ യോഗിയെ വിളിക്കുന്നത് വെറുതെ അല്ല എന്നുള്ളതാണ്. അനധികൃതമായി ഉണ്ടാക്കുന്ന ഏത് സ്ഥാപനവും, അത് BJPയുടെ 40 വർഷം പഴക്കമുള്ള ഓഫീസ് വരെ നിലം പരിശാക്കിയ ഒരാളാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ യോഗി ആദിത്യനാഥിന്റെ കാഴ്ചപ്പാടുകളൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ ഒരു കൂട്ടായ്മ ഇതൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ അത് PR വർക്കിനപ്പുറം, അതൊരു PR വർക്ക് എന്നാണ് പലരും പറയുന്നത്, പോട്ടെ അതൊരു PR വർക്കാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. PR വർക്കിനപ്പുറം ഒരു നേതാവ് വന്ന് കാണിച്ചു കൊടുക്കുകയാണ്, ഞാനിതാ കുളിക്കുന്നു, ഞാൻ ആ വെള്ളം കുടിക്കുന്നു, ധൈര്യമായി നിങ്ങൾക്ക് വരാം, കുളിക്കാം, വെള്ളം കുടിക്കാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല. അമിത്ഷാ വരുന്നു, കുളിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഗംഗയിലെ കോൺഗ്രസ് സർക്കാർ രാഷ്ട്രപതി വന്നു, ദ്രൗപദി മുർമു വന്നു. കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ ഗംഗയുടെ ആ ഭാഗത്തേക്ക് പോലും പോകാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളിടത്താണ് യോഗി സർക്കാർ വളരെ കുറച്ച് സമയം കൊണ്ട് UPയെ അടിമുടി മാറ്റിയത്. 45 കോടി ജനങ്ങൾക്ക് യഥേഷ്ടം അവിടെ വന്ന് കൃത്യമായി അവരുടെ സ്നാനഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിൽ കുളിച്ച് തൊഴുത് അവരുടെ അവർ നിർവൃതി അടഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും UP അടിമുടി മാറ്റി യോഗി മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും കുംഭമേള കഴിയുന്നതോടുകൂടി സർക്കാരിൻ്റെ കയ്യിൽ വലിയ തുകയാണ് വന്നെത്തുന്നത്. വെറും നഷ്ടക്കച്ചവടമല്ല കുംഭമേള എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അത് അവിടെ എത്തുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും.